കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം വീണ്ടും ഒരു പ്രീമിയം വാഹനമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 220D ആണ്. മെഴ്സീഡീസ് ബെൻസ് 220D പ്രോഗ്രസീവ് ആണ്. അപ്പോൾ വണ്ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷനും അതുപോലെ ടോർക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. 2.2 ലിറ്റർ എഞ്ചിനാണ് വന്നേക്കണം. അതേപോലെ തന്നെ മാക്സിമം പവർ വരുന്നത് 168 bhp 3000 RPM ഹിറ്റ് ചെയ്യും. അതുകൂടാതെ തന്നെ മാക്സിമം ടോർക്ക് 400 Nm 1400 RPM ഹിറ്റ് ചെയ്യും. വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. നല്ല പ്യുവർ പീസ് എന്നൊക്കെ പറയില്ല, ആ രീതിയിലാണ് വണ്ടി ഇപ്പോൾ ഉപയോഗിച്ചാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അതുകൂടാതെ തന്നെ വണ്ടി ഇപ്പോൾ നിലവിൽ ഓണം ഓഫറിൽ നിൽക്കുന്ന വണ്ടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പ്രൈസിനേക്കാൾ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിനകത്ത് കിട്ടും. അതുകൂടാതെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുകൊണ്ട് എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ എവിടെ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ ഏത് RTO ആയിക്കോട്ടെ ഇതിൻ്റെ NOCയും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നതാണ്. പാൻ ഇന്ത്യ ഡെലിവറിയും കൂടി നമ്മൾ ഷോറൂം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം, ഇവിടെ നിന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ വണ്ടി എത്തിച്ചു തരണം. ഓക്കെ, അപ്പോൾ വണ്ടി ഫുള്ളൊന്ന് കണ്ടേക്കാം. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം ഞാൻ വിശദമായിട്ടും കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പാച്ചോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റാവുന്നതാണ്. വീഡിയോ ഉണ്ടല്ലോ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യം സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് വീണ്ടും ഒരു GLC വാഹനമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായിട്ട് നമ്മൾ GL സീരീസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം GL സീരീസ് കുറേ വന്നിട്ടുണ്ട്. അതുകൂടെ തന്നെ നിലവിൽ ഈ വാഹനമൊക്കെ ഓഫറിലും നമ്മുടെ ചാനൽ ഓഫറിലും നിൽക്കുന്നതാണ്. അപ്പോൾ വണ്ടി നോക്കുകയാണെങ്കിൽ നല്ല പക്ക ക്വാളിറ്റിയിലിരിക്കുന്ന വണ്ടിയാണ്. കാരണം നോക്കി നല്ല നീറ്റ് പീസിലിരിക്കുന്ന വണ്ടിയാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ് വണ്ടി. ഒരു വെറൈറ്റി കളറാണ്. ബ്ലൂ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എന്താണ് ബ്ലൂ ഒരു നെയിം ഉണ്ട് ഇതിന്. നമുക്ക് RC നോക്കിയാലും കറക്റ്റ് മനസ്സിലാവുള്ളൂ. അല്ല വണ്ടി നല്ല രസം കിടക്കാനായിട്ട് കണ്ടേ. നല്ലൊരു റിച്ച് ഫീൽ നമുക്ക് കിട്ടുള്ളത്. ചെറിയൊരു വണ്ടി GLC ആണെങ്കിലും നമ്മൾ GLSൻ്റെ GLEയുടെ അത്ര നമുക്ക് ആ ഒരു സൈസ് കിട്ടുന്നതിൽ വണ്ടി ഉണ്ടല്ലോ, വണ്ടി ഒന്നും പറയാനില്ല. വണ്ടി നല്ല പക്ക ക്ലീൻ പീസ് വണ്ടി. ടോപ്പ് വ്യൂ ഒക്കെ നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ നമുക്കിനി വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്കും നോക്കാം. വീലാർസൊക്കെ നോക്കി നല്ല നീറ്റ് അടിക്കാൻ വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും നല്ല പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളും നമുക്ക് ബോണറ്റിൽ കിട്ടുന്നില്ല. വളരെ നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഗ്ലാസ്സിലേക്ക് പോയേക്കാം. ഗ്ലാസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഗ്ലാസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് സൈഡിലേക്ക് പോകാം. ഇവിടുത്തെ ലാമ്പൊക്കെ നോക്കാം. അതേപോലെ തന്നെ ബമ്പേഴ്സൊക്കെ നോക്കാം. നല്ല പക്ക ക്വാളിറ്റി തന്നെ ബമ്പേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും നോക്കാം. ഇവിടെയും നല്ല നീറ്റായിട്ടിരിക്കുന്നു. നമുക്ക് വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് പോകാം. സൈഡ് മിറേഴ്സൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ 2 ഡോറും നോക്കാം. 2 ഡോറും പൊടിക്ക് പോലും സ്ക്രാച്ചും കൂടെ കിട്ടുന്നില്ല. ഇവിടുത്തെ വീലാർസും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സൈഡ് പോർഷൻ നോക്കാം. ലാമ്പൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ GLC 220യുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. റിയറിൽ നമുക്കിവിടെ ഡിഫോഗേഴ്സ് വൈപ്പേഴ്സും കാര്യങ്ങൾ വരുന്നുണ്ട്. ലിഡായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് കാണാൻ പറ്റും. അതേപോലെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് വീലാർസ് നോക്കാം. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോറ് നോക്കാം. 2 ഡോറും നീറ്റായിട്ടിരിക്കുന്ന ഡോർസും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ പാഡ്സൊക്കെ നോക്കാം. അല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സിന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം. നീറ്റായിരിക്കും ഡാഷ്ബോർഡ്സ് കിട്ടുന്നുണ്ട്. 61,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ ഓടിക്കണം. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ നമുക്ക് കൂടെ വരുന്നുണ്ട്. കേട്ടോ, നമുക്ക് ഡ്രൈവിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടുത്തെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നീറ്റായിട്ട് ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. നമുക്ക് ഡുവൽ സൺറൂഫും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ഒന്നും നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഡോർ പാഡ്സൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ നമുക്കിവിടെ സൺ ബ്ലൈൻഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സും കൂടെ കാണാൻ പറ്റും. നല്ല ലെഗ് റൂം നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല ടോപ്പ് ക്വാളിറ്റിയിലിരിക്കുന്ന GLC ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം. എന്നിട്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യട്ടെ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. ഓൾമോസ്റ്റ് സീൽഡാണെല്ലാം. അതായത് നമുക്ക് ജസ്റ്റ് എഡ്ജൊക്കെ ഒന്ന് നോക്കിക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നോട്ട് ചെയ്യാം.
ക്യാമറ സ്ലോയിലാണ് പോകുന്നത്. നിങ്ങളൊന്ന് പോസ് ചെയ്യണമെങ്കിൽ വിശദമായിട്ട് തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. സൂം ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ? അതേപോലെ തന്നെ എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. സ്പെയർ വീലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതുകൂടാതെ തന്നെ എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ മെറ്റൽ പാട്ടാണ് വേണ്ടത്. അതേപോലെ ഇവിടെയും നമുക്ക് എഡ്ജസ് നോക്കാം. ഇവിടെയും എഡ്ജസ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഉണ്ടോ? നമുക്ക് സ്പെയർ വീൽ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല ഗ്രിപ്പുണ്ട്. നമുക്കിവിടെ തൊടുമ്പോൾ തന്നെ അറിയാം. അതേപോലെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാൻ നിർവാഹമില്ല, കാരണം ഇത് ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. ബാക്കി നമുക്കിവിടെ നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന പാർസൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഈ ഒരു GLC വാഹനം 220D പ്രോഗ്രസീവ് ആണ്. വണ്ടി ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്കാണ് നടക്കുന്നത്. റേറ്റിലേക്ക് ഇറങ്ങേക്കാകുമ്പോൾ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞേക്കാം. വണ്ടി ഇപ്പോൾ നിലവിൽ ഓണം ഓഫറിൽ നിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പ്രൈസിനേക്കാളും ഒരു നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ഫോളോവറാണെന്ന് പറയണമെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ വണ്ടി 2.0 എഞ്ചിനാണ് വന്നേക്കണം. അതുപോലെ കൂടാതെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. പാൻ ഇന്ത്യ ഡെലിവറി ഉണ്ട്. എവിടെ നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ വണ്ടി നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരും. അതുകൂടാതെ തന്നെ NOCയും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസിലേക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 36 ലക്ഷം രൂപയാണ്. 36 lakhs rupees നെഗോഷ്യബിൾ പ്രൈസാണ്. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷോറൂം കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത് നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ചത് നമ്മൾ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് അതിൻ്റെ രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.